എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ചുവട് വെച്ച സംവിധായകനാണ് ജിത്തു ജോസഫ്. ശേഷം ഏതാനും ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി റിലീസ് ചെയ്തുവെങ്കിലും മോഹൻലാൽ നായകനായ ദൃശ്യത്തിലൂടെ ജിത്തു ജോസഫ് സ്ഥാനം ബോളിവുഡിൽ ഉറപ്പിക്കുകയായിരുന്നു. മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ ചിത്രം കേരളക്കര കണ്ട മികച്ച ക്രൈം ത്രില്ലർ ചിത്രമായി മാറി. പ്രേക്ഷകരെ ഒന്നാകെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ച സിനിമയുടെ രണ്ടാം ഭാഗം ഇറക്കിയതും ജിത്തു വീണ്ടും ഞെട്ടിച്ചു. ദൃശ്യം 2 പിന്നാലെ മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നും ക്ലൈമാക്സ് കയ്യിലുണ്ടെന്നും നേരത്തെ ജിത്തു പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ മലയാള സിനിമാ ലോകത്ത് ദൃശ്യം തീർത്ത കഥാവിരുന്ന് ഇനിയും തുടരുമെന്ന പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ദൃശ്യം 3 ഒരുങ്ങുകയാണെന്ന അനൌദ്യോഗിക വാർത്ത സമൂഹ മാധ്യമത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം ശക്തമായിരിക്കുകയാണ്. എക്സിലടക്കം ദൃശ്യം 3 ട്രെൻഡിംഗ് ആയി മാറിക്കഴിഞ്ഞു. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറായി കഴിഞ്ഞു. 2025 സിനിമയുടെ ചിത്രീകരണം തുടങ്ങും. അതേ വർഷം തന്നെ ക്രിസ്മസ് റിലീസായി ചിത്രം എത്തുമെന്നാണ് പ്രചരിക്കുന്ന വിവരം. ഫാൻ മെയ്ഡ് പോസ്റ്ററുകൾ സമൂഹ മാധ്യമത്തിൽ നിറയുകയാണ്. ആ ക്ലാസിക് ക്രിമിനൽ തിരിച്ചു വരുന്നു എന്ന സന്തോഷം പങ്കിടുകയാണ് സിനിമാ പ്രേമികൾ. എന്തായാലും മലയാള സിനിമയുടെ ക്ലാസിക് ക്രിമിനൽ കമ്മിങ് ബാക്ക് എന്ന ക്യാപ്ഷനുകൾ വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. ഹൊറർ പടമാകുമോ? ജോർജ് കുട്ടിയുടെ മൂന്നാം വരവിനായി ഒരുങ്ങിക്കോ? ഇതിന് ഒരു പരിസമാപ്തി വേണ്ടേ എന്നൊന്ന് കാണുമ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. 1-2 ഭാഗങ്ങൾ മികച്ചു നിന്നപ്പോഴും ഒരു കൺക്ലൂഷൻ എന്നത് പ്രതീക്ഷയുടെ നേരത്തെ കണം മാത്രമായിരുന്നു. എന്നാൽ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നുവെന്ന് അറിയുമ്പോൾ ആവേശം വാനോളം. ഇത്തവണയെങ്കിലും ജോർജ് കുട്ടി കുടുങ്ങുമോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ദൃശ്യം 3 സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണങ്ങൾക്കായുള്ള കാത്തിരിപ്പാണ് ഇനി. ജോർജ് കുട്ടിക്കും കുടുംബത്തിനും ജീവിതത്തിൽ പിന്നീടുണ്ടായ മാറ്റം, വരുൺ നിരോധന കേസ് വീണ്ടും ഉയരുന്നതും കോടതി നടപടികളും തുടങ്ങി കേസിലെ നിർണായക ഘട്ടം മെഡിക്കൽ കോളേജ് വരെ എത്തി നിൽക്കുന്നതാണ് ദൃശ്യം 2 ഭാഗം വരെ കണ്ടത്. ജോർജ് കുട്ടി എന്ന ആ ക്ലാസിക് ക്രിമിനൽ തന്റെ കുടുംബത്തിനായി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അത്രയും പ്രേക്ഷകരുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നതായിരുന്നു. ഇതിനൊരു അവസാനമില്ലേ എന്ന ചോദ്യവും 2 ഭാഗം പുറത്തിറങ്ങിയപാടെ ഉയർന്നു. അതിനുള്ള ഉത്തരമാകുമോ ജിത്തു ജോസഫ് മൂന്നാം ഭാഗത്തിൽ നൽകുക എന്നതിലേക്കുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും.